ഒരു ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും ഇണങ്ങിയ മനുഷ്യനാക്കി മാറ്റിയ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായി സ്ഥാപിച്ചു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ പിഴവിനെ തിരുത്താൻ തയ്യാറായി. പശ്ചാത്താപിച്ച അദ്ദേഹത്തിൻ്റെ എളിമ ദൈവത്തിന് എങ്ങനെ പ്രീതികരമായി എന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഡ്രാമയിലൂടെ കാണിക്കുവാൻ ശ്രമിക്കുന്നു. ദൈവകരം നമ്മോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ സിറിയക്കാരുടെ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും അവരുടെ സൈന്യാധിപനെയും നമ്മുടെ സൈന്യം വധിച്ചു. സിറിയക്കാർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ തോറ്റു. രാജാവേ, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. വിജയം നൽകിയ ദൈവത്തിന് നമ്മൾ ഹർഷാരവം മുഴങ്ങണം. അവിടുത്തേക്കായി ഒരു ആനന്ദ നൃത്തം നടത്തപ്പെടട്ടെ. നർത്തകരോട് വരാൻ പറയും. യോവാബിനോട് വരാൻ പറയും. യോവാബേ, നീ സുഖമായിരിക്കുന്നു? ഉവ്വ് പ്രഭു, അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവേ, നീ നമ്മുടെ സേവകരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും കൂട്ടി അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളയും. അങ്ങനെയാവട്ടെ പ്രഭു. ആ സുന്ദരി ആരാണെന്ന് അന്വേഷിച്ചു വരും. ശരി പ്രഭു. പ്രഭു, ആ സ്ത്രീ ഏലിയാവിന്റെ മകളും ഹിത്തനായ ഊറിയായുടെ ഭാര്യയുമായ ബേക്ഷണിയാണ്. അവൾ അതീവ സുന്ദരിയാണ്. അവളെ നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവേ.
എന്താണ് നിന്റെ പേര്? അടിയന്റെ പേര് ബേത്ശബ. പ്രഭു, അടിയനോട് അനിഷ്ടമൊന്നും തോന്നരുതേ. അടിയനൊരു ഭർത്താവുണ്ട്, അങ്ങയുടെ സേവകനായ ഊറിയ. ഊറിയ യുദ്ധഭൂമിയിലല്ലേ? അവൻ എന്തെങ്കിലും ആപത്ത് വന്നാൽ നീ തനിച്ചാവില്ലേ? നിനക്കൊരു കുറവ് ഞാൻ വരുത്തുകയില്ല, നിനക്കെന്നെ വിശ്വസിക്കാം. പ്രഭു, അടിയൻ അങ്ങയുടെ കുഞ്ഞിനാൽ ഗർഭവതിയാണ്. നാം ഇപ്പോൾ എന്ത് ചെയ്യും? യോവാബിനെ വിളിക്കൂ. ഹിത്യനായ ഊറിയായെ എന്റെ അടുക്കലേക്ക് അയക്കുക. ഉവ്വ പ്രഭു. ഊറിയ, നീ സുഖമായിരിക്കുന്നു? അടിയൻ സുഖമായിരിക്കുന്നു പ്രഭു. യോവാബിനെ നീ കണ്ടിരുന്നു? അവര് ക്ഷേമം തന്നെ? ഉവ്വ പ്രഭു. നമ്മുടെ പടയാളികൾക്ക് യുദ്ധഭൂമിയിൽ എന്തെങ്കിലും കുറവുണ്ടോ ഊറിയ? ഇല്ല പ്രഭു, അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾക്കൊരു കുറവുമില്ല. എങ്കിൽ പിന്നെ നീ വീട്ടിൽ പോയി അല്പനേരം വിശ്രമിക്കുക. എന്നാൽ ഉറിയ പടയാളികളോടൊപ്പം പോയി കിടക്കുന്നു. ഊറിയ, നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ? നീ വീട്ടിലേക്ക് പോകാത്തത്? ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്. ദൈവത്തിന്റെ പേടകവും അവരോടൊപ്പം ഉണ്ട്. എന്റെ യജമാനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണ് എനിക്കത് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നീ ഇവിടെ താമസിക്കുക. നാളെ നിന്നെ മടക്കി അയക്കാം. ദാവീദ് അവനെ വീഞ്ഞ് കുടിപ്പിച്ച് മത്തനാക്കുന്നു. വീട്ടിൽ പോകുവാൻ നിർബന്ധിക്കുന്നു. ഉറിയ വിസമ്മതിക്കുന്നു. ദാവീദ് അതിനാൽ ഒരു എഴുത്ത് ഉറിയായ്ക്ക് കൊടുക്കുന്നു. ഇത് യോവാബിന് കൊടുക്കണം. ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നിൽ നിർത്തുക. അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ അവിടെ വിട്ട് പിൻവാങ്ങുക. ഭർത്താവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ ബത്ശബ വിലപിച്ചു. പിന്നെ ദാവീദ് അവളെയും ഭാര്യയായി സ്വീകരിച്ചു. പക്ഷേ ദാവീദിന്റെ ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. നാഥാൻ പ്രവാചകൻ കടന്നു വരുന്നു. രാജാവേ, ഞാനൊരു കഥ പറയാം. ഒരു നഗരത്തിൽ ഒരു ധനവാനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനവാന് വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രന് വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടി മാത്രമേ ഉണ്ടായിരുന്നു. പെണ്ണാട്ടിൻകുട്ടി അവന്റെ കുട്ടികളോടൊപ്പം തിന്നും കുടിച്ചും ഒരു മകളെ പോലെ വളർന്നു. ഒരു ദിവസം ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വിരുന്നു വന്നു. തന്റെ സ്വന്തം ആടിനെ കൊന്ന് വിരുന്നൊരുക്കാൻ ധനവാന് മനസ്സ് വന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ കൊന്ന് ആ യാത്രക്കാരന് ഭക്ഷണമൊരുക്കി. കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം. ആ മനുഷ്യൻ നീ തന്നെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്നും നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. നിന്നെ ഇസ്രായേലിന്റെയും യൂദയായുടെയും രാജാവാക്കി. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുമ്പിൽ തിന്മ ചെയ്തു, എന്നെ നിരസിച്ചു? ഹിത്യനായ ഊറിയായെ കൊന്ന് അവന്റെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട്
നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ഭാര്യമാരെ അന്യർക്ക് കൊടുക്കും. പട്ടാപ്പകൽ അവർ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്യും. ഇസ്രായേലിന്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ഞാൻ ഇത് ചെയ്യും. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എന്നാൽ ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും. ദാവീദ് രാജാവ് വൃദ്ധനായി. നാഥാൻ പ്രവാചകൻ രാജാവിനെ സന്ദർശിക്കുന്നു. എന്റെ ദൈവമായ കർത്താവിന് ഒരു ദൈവാലയം പണിയുവാൻ എനിക്കായില്ല പ്രവാചക. അത് ബത്ശബായി അങ്ങേക്കുണ്ടായ ഈ പുത്രനായ സോളമനിലൂടെ നമ്മുടെ കർത്താവ് നിറവേറ്റി. സോളമൻ, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. ചരിത്രം പിന്നീട് കണ്ടിട്ടില്ലാത്ത തന്ത്രജ്ഞാനിയായ സോളമൻ രാജാവിന്റെ ഭരണം നമുക്കെല്ലാവർക്കും അറിവുള്ളതത്രേ. ദൈവത്തിന് ആലയം പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്തതും ദാവീദിന്റെ ഈ പുത്രനെയാണത്രേ. അനുദപിക്കുന്ന പാപികളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് ദാവീദിന്റെ എളിമപ്പെടലിലൂടെ നമുക്ക് ഓർക്കാം. Thank you all for watching. On stage, we have Jobin as King David, Shine as Michael, Paul as Soldier 1, Joy as Soldier 2, Manoj as Yoav, Anish as Uriah, Twinkle as Prophet Nathan, Shema as Bathsheba. Our dancers are Chinchu, Emily, Elsa and Isabel. Thank you.